അത് മെനക്കെടണ്ട. നിങ്ങളെ ട്രാപ്പ് എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് അതിന് നിൽക്കണ്ട. ഇന്ന് അദ്ദേഹം പറഞ്ഞു അല്ല, ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നിങ്ങളെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട കാര്യങ്ങളങ്ങ് പബ്ലിഷ് ചെയ്താൽ മതി, അപ്പം ശരിയാവും. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഗ്ലോബൽ മീറ്റ് നടത്തിയത് ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾക്ക് പ്രധാനമായി ചുക്കാൻ പിടിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണ്ട പ്രാധാന്യം കൊണ്ട് ഇന്നലത്തെ അതേ പ്രാധാന്യം അതിന് ഇന്ന് കൊടുത്താൽ മതി, അപ്പം ശരിയാവും. ഏതാ? ഇല്ല, ഞങ്ങൾ ബന്ധപ്പെടാനൊന്നും പോയില്ല. ഞങ്ങളത് ബന്ധപ്പെടാൻ അല്ല, അത് ഇപ്പോൾ നിങ്ങൾ വേറൊരു ഉദ്ദേശം വെച്ച് ചോദിക്കുകയാണ്, അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഈ ശശി തരൂരിന്റെ നിലപാടിനെ ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായിട്ട് കോൺഗ്രസ് നേതാക്കൾ തള്ളിയിട്ടുണ്ട്. വി ഡി സതീശൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എങ്ങനെയാണ് മുന്നണിയെ പ്രതിസന്ധി? ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി അല്ല കേരളം എന്നുള്ളൊരു ഡിബേറ്റ് വന്നപ്പോൾ അതിൽ പങ്കെടുത്ത് ചർച്ച നടത്താൻ പൊളിറ്റിക്സ് ഇപ്പോൾ പറയുന്നില്ല. ഇത് സംബന്ധമായ പൊളിറ്റിക്സൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാൻ അറിയാവുന്ന സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പറയേണ്ട സമയത്ത് പറയേണ്ടതായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾ പറയും. പറയേണ്ട ആവശ്യം വരുമ്പോൾ പറഞ്ഞോളാം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഒറ്റ വാക്കിലൊരു മറുപടിയും പറഞ്ഞാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കാനുള്ള മറുപടി എൻ്റെ അടുത്ത് കിട്ടലില്ലല്ലോ. അത് ഇനിയും കിട്ടില്ല. അത് മെനക്കെടണ്ട. നിങ്ങളെ ട്രാപ്പ് എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് അതിന് നിൽക്കണ്ട. ആ ഡിബേറ്റിൽ ഞാൻ പങ്കെടുക്കില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വളരെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺസിക്യൂട്ടീവായ UDF ഗവൺമെൻറ്റുകളാണ് കേരളത്തെ പതുക്കെ ആണെങ്കിലും പിച്ച വെച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. തടസ്സം ഉണ്ടാക്കാൻ നോക്കിയതും നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തതും പ്രതിപക്ഷമാണ്, അന്നത്തെ പ്രതിപക്ഷമാണ്. അതിന് മറികടന്ന് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എഞ്ചിനീയറിംഗ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും പ്രൈവറ്റൈസ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പും ഉണ്ടാവില്ല, IT ഉണ്ടാവില്ല, വ്യവസായം ഉണ്ടാവില്ല, ഇപ്പോൾ പറയുന്ന ഒരു നേട്ടവും ഉണ്ടാവില്ല. പിന്നെ വ്യവസായ രംഗം അപ്പാടെ മെച്ചമൊന്നുമല്ല, പുതുതായി വന്ന സാങ്കേതിക വിദ്യകളാണ്. അതുപോലെ തന്നെ UDF ഗവൺമെൻറ്റുകളുടെ ശ്രമങ്ങളുമാണ് കാര്യങ്ങൾ ഇവിടെയെങ്കിലും എത്തിച്ചത്.